ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിഷ്വൽ പെർസെപ്ഷൻസിനെ കുറിച്ചിട്ടാണ്. അതിലൊന്നാമത്തെയാണ് നമ്മുടെ ലൈറ്റ് സെൻസ് എന്ന് പറയുന്നത്. ലൈറ്റ് സെൻസ് എന്ന് വെച്ചാൽ ലൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ ലൈറ്റ് സെൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി അവയർനെസ് ഓഫ് ലൈറ്റ്. എന്താണ് ലൈറ്റ് മിനിമം എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ആവശ്യമായിട്ടുള്ള ഏറ്റവും മിനിമം ബ്രൈറ്റ്നെസ്സിനെയാണ് ലൈറ്റ് മിനിമം എന്ന് പറയുന്നത്. ഈ ഏറ്റവും ലോ ഇലുമിനേഷനോട് കോൺസിനേക്കാളും റോഡ്സ് ആയിരിക്കും കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ളത്. ഡാർക്ക് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ്ഡ് ഇലുമിനേഷനോട് ഐ അഡാപ്റ്റ് ചെയ്യുന്ന ആ ഒരു എബിലിറ്റിനെയാണ് ഡാർക്ക് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഡാർക്ക് അഡാപ്റ്റേഷൻ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദി ഐ ടു അഡാപ്റ്റ് ഇറ്റ് സെൽഫ് ടു ഡിക്രീസിങ് ഇലുമിനേഷനാണ്. ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഡാർക്ക് അഡാപ്റ്റേഷൻ കുറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, ഗ്ലോക്കോമ ഉള്ളവർക്ക് കുറവായിരിക്കും. അതുപോലെ തന്നെ പിഗ്മെൻ്റൽ റെറ്റിനൽ ഡിസ്ട്രോഫി, ഈ 3 കണ്ടീഷൻ ഉള്ളവർക്കാണ് ഡാർക്ക് അഡാപ്റ്റേഷൻ കുറവുണ്ടായിരിക്കാം. അടുത്ത് വരുന്നതാണ് ഫോം സെൻസ് എന്ന് പറയുന്നത്. ഫോം സെൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി എബിലിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ദി ഷേപ്സ് ഓഫ് ഒബ്ജക്ട്സ്. അതായത് ഷേപ്പുകൾ തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്ന കഴിവിനെയാണ് ഫോം സെൻസ് എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് കോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഈ ഫോം സെൻസ് കൂടുതലുള്ള ഏരിയ എന്ന് പറയുന്നത് ഫോവിയാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ കോൺസ് ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ വിഷ്വൽ അക്യൂട്ടി ടെസ്റ്റ് ചെയ്യുന്ന സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുന്ന വിഷ്വൽ അക്യൂട്ടി എന്ന് പറയുന്നത് ബേസ് ചെയ്യുന്നത് അതെന്ന് പറയുന്നത് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇറ്റ് ഈസ് എ മെഷർമെൻറ്റ് ഓഫ് ഫോം സെൻസ് ആണ്. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. ഇനി നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് സെൻസ് ഓഫ് കോൺട്രാസ്റ്റ്. അതായത് ഒരു ഡെഫിനിറ്റ് ബോർഡർ ഇല്ലാത്ത ഒരു റീജിയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലൂമിനൻസിൻ്റെ ചെറിയ വേരിയേഷൻ വെച്ചിട്ട് പോലും ആ ഒരു സ്ലൈറ്റ് ചേഞ്ചിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്ന ആ ഒരു കഴിവിനെയാണ് സെൻസ് ഓഫ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദി ഐ ടു പെർസീവ് സ്ലൈറ്റ് ചേഞ്ചസ് ഇൻ ദ ലൂമിനൻസ് ബിറ്റ്വീൻ റീജിയൻസ് വിച്ച് ആർ നോട്ട് സെപ്പറേറ്റഡ് ബൈ ഡെഫിനിറ്റീവ് ബോർഡേഴ്സ്. അതായത് പ്രത്യേകിച്ച് ബോർഡൊന്നും കാണില്ല, അടുത്തടുത്തുള്ള ഏരിയ ആയിരിക്കും. അവിടെയുള്ള ആ ഒരു ചെറിയൊരു ഡിഫറൻസ് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് സെൻസ് ഓഫ് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി കുറയുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ഏതൊക്കെയാണ്? ഗ്ലോക്കോമ, റിഫ്രാക്റ്റീവ് എറർ, ഡയബറ്റീസ്, ഒപ്റ്റിക് നെർവ് ഡിസീസസ്, കാറ്ററാക്റ്റസ് ചേഞ്ചസ്. ഇതിലൊക്കെയാണ് കോൺട്രാസ്റ്റ് സെൻസ് കുറവായിട്ട് വരുന്ന കണ്ടീഷൻസ്. ഇതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആർഡൻ ഗ്രേറ്റിങ്സ് ഉപയോഗിക്കാം, കാംബ്രിഡ്ജ് ലോ കോൺട്രാസ്റ്റ് ഗ്രേറ്റിങ്സ് ഉപയോഗിക്കാം, പെലിറോപ്സ് കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി ചാർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതെന്ന് വെച്ചാൽ സെയിം സൈസിലുള്ള ലെറ്റേഴ്സ് കോൺട്രാസ്റ്റിൽ ഡിഫറൻസ് വരുന്ന രീതിക്കായിരിക്കും. പിന്നെ വിസ്റ്റാക് ചാർട്ട്, ഫങ്ഷണൽ അക്യൂട്ടി കോൺട്രാസ്റ്റ് ടെസ്റ്റ്, ഫാക്ട്, ഇത്രയുമാണ് കോൺട്രാസ്റ്റ് സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട്സ് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ് കളർ സെൻസ് വിഷൻ. അതായത് പല പല കളേഴ്സിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയുന്ന കഴിവിനെയാണ് കളർ സെൻസ് എന്ന് പറയുന്നത്. മെയിൻലി നമുക്കറിയാം 3 പ്രൈമറി കളേഴ്സാണുള്ളത്, റെഡ്, ഗ്രീന്, ബ്ലൂ. ബാക്കിയെല്ലാം ഇതിൻ്റെ ഒരു മിക്സറായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ഒരു പ്രൈമറി കളേഴ്സ്